എന്തുകൊണ്ടാണ് സൂപ്പർ പവറായ അമേരിക്കയെ ഇറാൻ ഭയക്കാത്തത്? 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം എല്ലായ്പ്പോഴും അമേരിക്കയുടെ പ്രകോപനങ്ങൾക്ക് ഇറാൻ കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട്. 1979 52ഓളം അമേരിക്കൻ എംബസി ജീവനക്കാരെ 444 ദിവസമാണ് ഇറാൻ ബന്ദിയാക്കിയത്. പിന്നീട് ഉണ്ടായ നയതന്ത്ര ഇടപെടലിലൂടെയാണ് അവരെ അന്ന് വിട്ടയച്ചത്. 2020 ഇറാഖിൽ വെച്ച് ഖാസിം സുലൈമാനിയെ വധിച്ചതിന് പ്രതികാരമായി ഇറാൻ ഇറാഖിലുള്ള അമേരിക്കൻ ബേസ് ആക്രമിച്ചിരുന്നു. 2024 സിറിയയിലുള്ള തങ്ങളുടെ IRGC കമാൻഡറെ വധിച്ചതിന് പ്രതികാരമായി ജോർദാനിലെ അമേരിക്കൻ ബേസ് ആക്രമിച്ച് 3 അമേരിക്കൻ സൈനികരെ ഇറാൻ കൊലപ്പെടുത്തിയിരുന്നു. 2024 ഹമാസ് നേതാവിനെ ഇറാനിൽ വെച്ച് വധിച്ചതിന് പ്രതികാരമായി ഇറാൻ 250ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടിരുന്നു. അവസാനമായി ഇറാന്റെ ആണവ കേന്ദ്രം ആക്രമിച്ച അമേരിക്കയുടെ ഖത്തറിലെ അൽ ഉദൈദ് ബേസിനെ തിരിച്ച് ഇറാൻ ആക്രമിച്ചിരുന്നു. ഒരിക്കൽ പോലും അമേരിക്കയ്ക്ക് മുൻപിൽ മുട്ടുമടക്കാതെ പിടിച്ചു നിൽക്കുകയും തിരിച്ചടിക്കാൻ ഇറാന് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ എന്താണ്? അത് ഇറാന്റെ മിസൈൽ ശക്തി തന്നെയാണ്. ഇറാന് അത്യാധുനിക എയർഫോഴ്സ് ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. അമേരിക്കൻ സെൻട്രൽ കമാൻഡിൻ്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും അധികം മിസൈൽ ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ. ഇറാന്റെ കൈവശം 3000ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. എന്നാൽ ഇറാന്റെ മിസൈലുകൾ 10,000ഓളം വന്നേക്കാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇറാൻ കനത്ത പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലാണ് പതിറ്റാണ്ടുകൾ എടുത്ത് ഇത്രയും മിസൈൽ ശേഖരം വികസിപ്പിച്ചത്. 300 കിലോമീറ്റർ മുതൽ 4000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ ഇറാന്റെ ശേഖരത്തിലുണ്ട്. ഇറാന്റെ 31 പ്രവിശ്യകളിലുമായി 101ഓളം അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റികൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാലും ഇവയെല്ലാം ഒന്നിച്ച് നശിപ്പിക്കുക സാധ്യമല്ല. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് അമേരിക്കയെ പിന്നോട്ട് വലിക്കുന്നത് ഇറാന്റെ തിരിച്ചടി മൂലമുള്ള ഭയം കൊണ്ടാണ്. ഇസ്രയേൽ ഇറാൻ 12 ഡേ വാറിൻ്റെ സമയത്ത് എല്ലാ അത്യാധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇറാനിയൻ മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചു. അമേരിക്കയുടെ താഡിനും ഇസ്രയേലിൻ്റെ അയൺ ഡോമിനും ഇറാനിയൻ മിസൈലുകളെ പൂർണ്ണമായി തടുക്കാൻ സാധിച്ചിരുന്നില്ല. അമേരിക്ക ഇപ്പോൾ ഇറാന് നേർക്ക് ഒരു ആക്രമണം അഴിച്ചുവിട്ടാൽ ഇസ്രയേലിൻ്റെ അത്രയും ശക്തമായ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഇല്ലാത്ത മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ബേസുകളും വിമാനവാഹിനി കപ്പലുകളും ഇറാൻ തിരിച്ചാക്രമിക്കും. ഇത് ഭയന്ന് തന്നെയാണ് ട്രംപ് അവസാന നിമിഷം യുദ്ധത്തിൽ നിന്നും പിന്മാറിയത്. അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ ചിലവ് കുറഞ്ഞ മിസൈലുകളെ പ്രതിരോധിക്കാൻ വളരെ ചിലവ് വരുന്ന എയർ ഡിഫൻസ് മിസൈലുകളാണ് ഉപയോഗിക്കുന്നത്. പരമോന്നത നേതാവിനെ കൈവെക്കാൻ ട്രംപ് ശ്രമിച്ചാൽ ആ കൈവെട്ടുവാൻ മടിക്കില്ലെന്നും തങ്ങൾ ലോകത്തിന് തീയിടുമെന്നും അമേരിക്കയ്ക്ക് ഒരു പ്രദേശവും സുരക്ഷിതമായിരിക്കില്ലെന്നും ജനറൽ ഷെക്രാച്ചി മുന്നറിയിപ്പ് നൽകി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.